ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നാളെയാണോ ഇന്നാണോ ഇന്ന് ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ നാളെ രാവിലെ 7 മണിക്കായിരിക്കും പബ്ലിക് ആക്കുന്നത്. അപ്പോൾ വേണ്ട, ഇപ്പം തന്നെ ആക്കിയില്ല അല്ലേ, എന്തിനാണ്. അപ്പോൾ നാളെയാണ് കേസ് രാത്രി ഉത്തരവിട്ടതിനെ ചോദ്യം ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ നാളത്തെ കേസ് 307 307 ഒരുപക്ഷെ ഒരു 12 മണിയോടെ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത. ഒന്ന്, നാളെ രാവിലെ ചിലപ്പോൾ ഇവർ കൗണ്ടർ ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് കൗണ്ടർ ഫയൽ ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. മൂന്നാമത്തേത് കൗണ്ടർ ഫയൽ ചെയ്യാതെ ചിലപ്പോൾ ഇവർ വാദിക്കാൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ കൗണ്ടർ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ വാദം നടക്കില്ല. വാദം നടക്കാൻ വേണ്ടിയിട്ട് അത് അവർ ജസ്റ്റ് കൈമാറുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം അടുത്ത സിറ്റിങ്ങിലാണ് വാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദങ്ങൾ നടക്കുക. ഇനിയിപ്പോൾ ഇവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ കൊടുത്തതിന് എതിരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് ആർക്കറിയാം. അപ്പോൾ ഒന്നും തന്നെ ഇല്ല, ഉള്ളത് ആകെ ഇതാണ് കൈരേഖ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. രണ്ടാമതായിട്ട് നീട്ടിവെക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഫയൽ ചെയ്യാതെ നീട്ടിവെക്കാൻ, അടുത്തൊരു ഡേറ്റ് ചോദിക്കാനും. അങ്ങനെ ഉളുപ്പുണ്ടെങ്കിൽ ചോദിക്കില്ല, എന്നാലും നമുക്ക് പറയാലോ. അപ്പോൾ 3 തവണ അർജൻറ്റ് ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വാദിച്ച ടീമാണ് ഹൈറിച്ചിൻ്റെ ടീം എന്ന് പറയാം. അർജൻറ്റായിട്ട് കേൾക്കണം. അപ്പോൾ അവരാണ് ഈ 17 ദിവസം ഉണ്ടായിട്ടും ഇതുവരേക്കും കേസിൻ്റെ കൗണ്ടർ കൊടുക്കാതിരുന്നത്. അപ്പോൾ മൂന്നാമത്തെ അത് കൗണ്ടർ ഫയൽ ചെയ്യാതെ ഇവർ വാദിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ ഇവർ അപ്പീല് പണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ റിട്ട് അപ്പീല് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിട്ട് അപ്പീല് കേട്ട ജഡ്ജിൽ ഒരാളാണ് VG അരുൺ സാർ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇവരുടെ തട്ടിപ്പും തിരിപ്പും കള്ളക്കളിയും ഒക്കെ ഇവർക്ക് അറിയാം, ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാളെ തന്നെ അത് ചീട്ട് കയറിയിട്ട് തൃശ്ശൂരിന് വേണ്ടി ഒരു കോടതി തുറന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ വാദിക്കാൻ നോക്കൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, അവിടെ തോറ്റിട്ട് വന്നാലും നമുക്കിവിടെ കാണാലോ എന്ന് പറഞ്ഞു വിടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ 3 സാധ്യതകളാണ് നാളെ ഉള്ളത്. ഇപ്പോൾ 11 മണി കഴിഞ്ഞു, ഇതുവരേക്കും കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാകെ പെട്ടുപോയിരിക്കുകയാണ്, മറ്റേ കേസ് പോലെ തന്നെ പെട്ടുപോയിരിക്കുകയാണ്. മറ്റേ കേസാണെങ്കിൽ CBI കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് പോലീസിനോട് FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഇടക്കാല ഉത്തരവ് സമ്പാദിച്ച ഒരേ ഒരു ആൾക്കാർ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലീഡർമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലീഡർമാരുടെ പ്രേരണയാൽ പോയ ഒരു കേസായിരുന്നു അത്. അപ്പോൾ അതിലാണ് പരാതിയുള്ളവർക്കൊക്കെ പോലീസിനെ സമീപിക്കാമെന്നും പോലീസ് അതിൽ നടപടിയെടുക്കണമെന്നുള്ള ഇടക്കാല ഉത്തരവ്, ആ ഉത്തരവ് കാണിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു നല്ലൊരു കൗണ്ടർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ സമയത്ത് ഇവരാകെ പേടിച്ച് പോയിരിക്കുകയാണ്. ഒന്നുമില്ല, ഒരു കാര്യവും ഇവർ ഒരുപാട് ലീഡർമാർക്കൊക്കെ എൻ്റെ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഇട്ട വീഡിയോയിൽ ഇതുവരേക്കും 15 ദിവസമായിട്ടും കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്താണ് ഇവരുടെ വലിയ ലീഡർമാർ
നാൽവർ സംഘം ഉണ്ടല്ലോ, നാൽവർ സംഘത്തിൻ്റെ മെസ്സേജുകളൊന്നും വന്നിട്ടില്ല. ഒരു പക്ഷേ നാളെ ചേംബറിൽ പോയിട്ട് നമ്മൾ കേസ് നാറ്റിക്കരുത്, കേസ് മാറ്റി വെക്കണം എന്ന് പറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല പല സാധ്യതകൾ മാത്രമാണ് ഇതിലുള്ളത്. നാളെ വാദത്തിനുള്ള സ്കോപ്പ് വളരെ കുറവാണ് എന്നുള്ളതും കാണുന്നു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ടായി, പിന്നെ ചെയ്യാൻ പോകുന്നത്രേ. അപ്പോൾ കോടതി ഉള്ള സമയത്ത് ആ കൗണ്ടർ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് കേസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെയാണ് അത് കേസിൻ്റെ ഭാഗമായിട്ട് ജഡ്ജിൻ്റെ മുന്നിലേക്ക് വരുന്നത്. ജഡ്ജി അത് മറച്ചു നോക്കുന്നതൊക്കെ നമ്മൾ നാളെ അത് കാണാതിരിക്കും. ഒരു പക്ഷേ ചേംബറിൽ നിന്ന് തന്നെ അതൊക്കെ കേസൊക്കെ പഠിച്ചിട്ടും വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും ഹൈറച്ചോളികളെ, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഹോപ്പിനും ഇല്ലാത്ത ഒരു കേസായി മാറി ഈ കേസ് എന്ന് പറയേണ്ടി വരും. അതിന് നിങ്ങൾ എത്ര തന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാലും പുച്ഛിച്ചാലും എന്ത് കമൻ്റ് ഇട്ടിട്ടും ഒരു കാര്യമില്ല. ഇതിങ്ങനെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമം അങ്ങനെയാണ്. ഇവിടെ മണീച്ചൻ നിരോധിച്ചതാണ്. ഇത്രയും തട്ടിപ്പുകൾ നിയമസഭയിലും EDയുടെയും ഒക്കെ കണ്ടെത്തലുകൾ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ 1-2 പ്രാവശ്യം MLAമാരുടെ ചോദ്യത്തിനുത്തരവായിട്ട് പറഞ്ഞൊരു കാര്യങ്ങളാണ്. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ഒരു കേസാണ്. കേരള പോലീസ് ഇതിൻ്റെ വ്യാപ്തി കണ്ടിട്ട് ഇത് നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ ഒരു കേസാണ്. ആ ഒരു കേസ് അന്വേഷണം ഇല്ലാതെ അല്ലേ, വെറും ഒരു റിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തീരുമാനമാവും എന്നൊക്കെ വിചാരിക്കുന്ന വിഡ്ഢികളുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാര്യം. എന്തായാലും എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയതോടുകൂടി നമ്മുടെ വത്സ സാറിൻ്റെ കേസിൻ്റെ ഏതാണ്ട് കാര്യങ്ങൾ ഇവന്മാർക്ക് പിടികിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ആഘോഷങ്ങളൊക്കെ അവസാനിച്ച മട്ടാണ്. ആഘോഷങ്ങളൊന്നുമില്ല. അപ്പോൾ സൈലൻറ്റ് ഭയങ്കര എല്ലാ ഗ്രൂപ്പുകളും, അഡ്മിൻ ഓൺലി ഗ്രൂപ്പുകളും, ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന ഗ്രൂപ്പുകളും, മലപ്പുറം ഗ്രൂപ്പും, ഇൻഫോ ഗ്രൂപ്പും, എല്ലാ ഗ്രൂപ്പുകളും സൈലൻ്റാണ്, ഭയങ്കര സൈലൻ്റാണ്. അത് കാര്യങ്ങൾ മനസ്സിലായി തോന്നുന്നു. കുറച്ച് ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇത് പിന്നെ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ പോലീസ് എപ്പോൾ ഇവർക്കെതിരെ, ലീഡർമാർക്കെതിരെയുള്ള FIRകൾ ഇടുമെന്ന് മാത്രമാണ് ഈ ലീഡർമാരൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ പോവുകയാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ കേസിൽ ഇനിയും ഉഴപ്പാൻ നിന്ന് കഴിഞ്ഞാൽ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും വത്സൻ സാർക്ക് റിട്ട് അപ്പീൽ കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഹൈറിച്ച് ഓളികളെ. അപ്പോൾ നല്ല രീതിയിലുള്ള ചീത്ത കഴിഞ്ഞ വീഡിയോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർ അങ്ങനെയൊന്നും കമൻ്റ് ഇടില്ല. അവർ നന്നായിട്ട് കുരു പൊട്ടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അവർക്കെതിരാണ് എന്നുള്ള ബോധ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ വന്നിട്ട് ചീത്ത വിളിക്കുന്നത്. നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ആശ്വാസം അത് മാത്രമാണ്. പാവങ്ങളുടെ കഫം തിന്നിട്ടുണ്ടാക്കിയ പൈസയൊക്കെ ഇപ്പോൾ ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ കഫം തുപ്പാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കുന്നതുകൊണ്ട്, എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നത് കൊണ്ട്, അടച്ചിട്ട ഗ്രൂപ്പുകളിൽ എന്നെക്കുറിച്ച് ചീത്ത കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.